അങ്ങനെ ഈ സൺഡേയും നമ്മൾ പുതിയൊരു പിക്നിക് സ്പോട്ടും തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ നമ്മൾ 4 ടീംസും കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. സ്ഥലം ഏതാണെന്നൊക്കെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെങ്ങനെ വായിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങളുടെ കഴിവിന് വിടുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 വീലറിൽ യാത്ര ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IOCLൻ്റെ ബൗണ്ടറിയാണ് കേട്ടോ. വാച്ച് ടവറാണ് നമ്മളത് കണ്ടത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഡ്രോൺ നിരോധിത മേഖലയാണെന്ന്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇവരുടെ ഡ്യൂട്ടി വരുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ കണ്ട IOCLൻ്റെ അഥവാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് ഇപ്പോൾ ഏട്ടൻ്റെ ഡ്യൂട്ടി വരുന്നത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് വിശാലമായിട്ട് നോക്കത്ത ദൂരത്തോളം പരന്ന് കിടക്കുന്ന ചോളകൃഷിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണുന്നത് വിശാലമായിട്ടുള്ളൊരു കടുക് വയലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കടുകൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ഇതുപോലെയുള്ള പൂത്ത് നിൽക്കുന്ന കടുക് വയലുകളാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അതിങ്ങനെ നേരിട്ട് കാണുമ്പോൾ. പിന്നെ നമുക്ക് ഇതുപോലെ അവിടുത്തെ കാർഷിക സംസ്കാരം എടുത്തു കാണിക്കുന്ന വൈക്കോൽ കുനകളോട് കൂടിയ വീടുകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കടന്നു വരുമ്പോൾ ഇതുപോലെ ഒരുപാട് സ്കൂളുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിരുന്ന മോഡലിലുള്ള ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്കൂളുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു ടൗണാണ്. കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അസം അത്ര കണ്ട് ഡെവലപ്ഡ് ഒന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോൺ ബോസ്കോ അഥവാ ജോൺ ബോസ്കോ ബെങ്ടോൾ സ്കൂളാണ് കേട്ടോ. അത് 19th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ജോൺ ബോസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീസ്റ്റ് റൂറൽ ഡെവലപ്മെൻറ്റിന്, അതായത് റൂറൽ ഏരിയയിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് കേട്ടോ അത്. പണിഷ്മെൻറ്റിലുപരി ലവിങ് ആൻഡ് കൈൻഡ്നസ് എന്നതായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ആശയം. അതും കഴിഞ്ഞ് കടന്നു വന്നപ്പം നമ്മൾ ഇതുപോലെ ഒരു ആശ്രമം കണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഇതുപോലെ മനോഹരമായിട്ടുള്ള കടുക് വയലുകൾ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു സ്ഥലത്തെത്തിയിട്ടു. അവിടുത്തെ കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. അതും കടന്ന് നമ്മളിപ്പോൾ ഏകദേശം ഭൂട്ടാൻ ബോർഡറിനടുത്ത് എത്തി തുടങ്ങിയിട്ടു. ഭൂട്ടാൻ ബോർഡറിന് തൊട്ട് കിടക്കുന്ന ഏരിയയാണ് നമ്മുടെ ഇന്നത്തെ പിക്നിക് സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കടന്നു വന്നിട്ട് നമ്മൾ ഫൂൽബാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പേര് പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ അതിമനോഹരമായ പൂമരങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. ഈവൻ പൂക്കളില്ലാത്ത മരങ്ങളാണെങ്കിൽ കൂടി ഇവിടെ അതിന് അതിൻ്റേതായൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടു. അങ്ങനെ അതൊക്കെ കടന്നു വന്ന് നമ്മൾ മറ്റൊരു കുഞ്ഞു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷീറ്റ് മേഞ്ഞിട്ടുള്ള ചായക്കടകളും പലചരക്ക് കടകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് കേട്ടോ. നമ്മുടെ മണ്ണിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സ്പോട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമവഴികളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് എത്തും. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല. എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഫ്ലെക്സ് മാത്രമാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പോകുന്ന വഴിയിൽ ഇടയ്ക്കിടെയായിട്ട് നമുക്ക് ഇതുപോലെ പടുകൂറ്റൻ വൃക്ഷങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ഏകദേശം വന്നെത്തിയിട്ട് ഈ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളിലോട്ട് കടത്തി വിടണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 2 വീലർ കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തുനിന്ന് 100 രൂപയാണ് കേട്ടോ അവർ മേടിച്ചത്. അപ്പോൾ ആ സ്പോട്ടൊക്കെ കടന്ന് നമ്മൾ ഏകദേശം മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ നമുക്ക് ഭൂട്ടാൻ്റെ ഏരിയ ഒക്കെ കാണാം കേട്ടോ. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ കുറച്ച് മുന്നോട്ട് കുറച്ചും കൂടി സഞ്ചരിച്ചാലേ നമ്മൾ നമ്മുടെ എക്സാക്റ്റ് സ്പോട്ടിൽ എത്തുന്നുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് കേട്ടോ. ഭൂട്ടാൻ ബോർഡറിനടുത്താണെങ്കിലും ആസാമിലെ ചിരങ് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് ഉൾപ്പെടുന്നത്. പോപ്പുലറായിട്ടുള്ളൊരു വിൻ്റർ ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ കാണപ്പെടുന്ന ഉരുളൻ കല്ലുകളും വെളുത്ത മണലും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള വാട്ടറും കോൾഡ് റിവറുമാണ് കേട്ടോ. ഇതിനൊക്കെ പുറമെ അത്യാവശ്യം നല്ല സീനറി ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏറെക്കുറെ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഫസ്റ്റായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ബ്രിഡ്ജാണ് കാണുന്നത്.
ഇവിടെ കൂടുതലായിട്ടും ഇതുപോലെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മരത്തിൻ്റെ ബ്രിഡ്ജുകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ കയറുന്നത്. ഓരോ ബ്രിഡ്ജിൻ്റെയും തുടക്കത്തിൽ ആ ബ്രിഡ്ജിന് എത്രത്തോളം വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ മാത്രം അതിലൂടെ കടത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള വാഹനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളും കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മെയിനായും കുഞ്ഞു കുഞ്ഞു ഓറഞ്ച് വിൽപ്പനക്കാരാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഒരു പച്ചയും നീലയും കലർന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അതിന് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ആ വെള്ളത്തിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ ഇവിടുത്തെ മണലിൻ്റെ വൈറ്റ് ഷെയ്ഡും, വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിൽവറി വൈറ്റാണ് കേട്ടോ വരുന്നത്. ആ ഒരു 2 ഷെയ്ഡാണ് ഈ സ്പോട്ടിന് ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഭംഗി കൊടുക്കുന്നത് കേട്ടോ. കൂടാതെ അതിൻ്റെ പശ്ചാത്തലത്തിലായിട്ട് വരുന്ന മലനിരകളും നീലാകാശവും വെളുത്ത മേഘങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു സ്പോട്ടിന് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ബ്രിഡ്ജിൻ്റെ തുടക്കത്തിൽ ഒരു ബോർഡിൽ 2.5 ടൺ വരെയാണ് ഈ ബ്രിഡ്ജിൻ്റെ കപ്പാസിറ്റി എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ഒരുപാട് പേര് കുക്കിങ്ങിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഇവിടെ നിന്ന് കഴിച്ച് ഇവിടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ പടുകൂറ്റൻ മുളകൾ കൊണ്ട് കാല് നാട്ടിയിട്ട് വളരെ ഉയരത്തിലുള്ള ഒരു ഊഞ്ഞാൽ കെട്ടി ആടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം കേട്ടോ. അതും ഇത്രയും ഉയരത്തിലുള്ള ഒരു ഊഞ്ഞാൽ മുള കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് ഒരു ഏറുമാടം പോലെ കെട്ടി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സീനറി വരുന്ന രീതിയിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കാണാം കേട്ടോ. അതിന് ചുറ്റും ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊരു പാലമുണ്ട്. ആ പാലം കടന്നാലാണ് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ കയറി നിന്ന് നോക്കിയാൽ കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന ഉരുളൻ കല്ലുകളാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നോർമലി കാണുമ്പോൾ വൈറ്റ് ആണെങ്കിലും വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ കാണാൻ പറ്റുക. ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിനടുത്ത് വരുന്നത് കൊണ്ട് തന്നെ SSB ഫോഴ്സിൻ്റെ പ്രൊട്ടക്ഷനിലാണ് കേട്ടോ ഈ ഒരു പിക്നിക് സ്പോട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാലത്തിലൂടെ കടന്നാലാണ് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ട് കളർഫുള്ളായിട്ടുള്ള കൊടിത്തോരണങ്ങൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഈ പാലം കാണപ്പെടുന്നത്. അതും ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്പോട്ടിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള ഈ ഒരു സ്പോട്ടിലെ ലൊക്കേഷനിലാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം സൺസെറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്നിട്ട് ടൈം. ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ റിവറിന് അക്കരെ നമ്മൾ കാണുന്ന ആ മണ്ണുള്ള ഭാഗത്ത് അതിന് ഏറ്റവും കീഴേ വരുന്നത് ഉരുളൻ കല്ലുകളാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പൂർണ്ണമായിട്ടും കല്ലുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് അവിടുത്തെ കല്ലുകളൊക്കെ പെറുക്കി കൂട്ടി ഞങ്ങൾ വെറുതെ രസത്തിന് നിർമ്മിച്ചതാണ് കേട്ടോ. അങ്ങനെ ആ പാലം കടന്ന് നമ്മളിപ്പുറത്തെത്തി. ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഈ ഒരു പ്ലേസിൻ്റെ നെയിം ബോർഡൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തീമിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് പാസ് ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള മറ്റൊരു പാലം കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു പാലം കടന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ 2 സൈഡിലും ആയിട്ട് കാണുന്ന സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സൺസെറ്റ് കൂടി ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് അവിടെ കഴിച്ച് കളിച്ച് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടേതായ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സിലൂടെ പോയിട്ടു. ആ കാണുന്ന പൈപ്പിനുള്ളിൽ ആരാണ് കല്ലാദ്യം വീഴ്ത്തുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഹരത്തിലായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. സൺസെറ്റൊക്കെ കണ്ട് അതിമനോഹരമായ ഒരു യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. മുഴുവൻ കല്ലായതുകൊണ്ട് തന്നെ ടൂ വീലറിൽ വരുമ്പോൾ ഇതുപോലെ കുലുങ്ങിയാണ് കേട്ടോ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്നത്. വരുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളൊരു ചിക്കൻ സൂപ്പ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു കേട്ടോ. ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റ് ആൻഡ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആ ഭംഗി പോലെ തന്നെ ഒട്ടും കുറയാതെ ആയിരുന്നു അവിടുത്തെ മെനു കാർഡിലെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു കാർ ചെറുതായിട്ടൊന്ന് കാലിൽ തട്ടി ചെറുതായിട്ട് കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു റൂമിലായിരുന്നു ഇപ്പോൾ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വെയിറ്റർ നമുക്ക് മെനു കാർഡൊക്കെ കൊണ്ടുവന്ന് തന്നു. അത് നമ്മൾ വെറുതെ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മറിച്ച് നോക്കി, അവിടെ തന്നെ വെച്ചു. അവസാനം അതിൽ ഏറ്റവും വില കുറഞ്ഞൊരു ചിക്കൻ സൂപ്പും സെലക്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ സൂപ്പ് എത്തിയിട്ടോ. ഇതായിരുന്നു അതിൻ്റെ കൂടെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാത്ത എന്തൊക്കെയോ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് നമ്മൾ അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു കേട്ടോ.